ഇത് ഏകദേശം ഈ ദൂരം വരെ പറന്നുയരാൻ സാധ്യതയുണ്ട്. അതായത് 8000 മീറ്ററാണ് അപ്പോൾ ഉയരം എന്നത് ശ്രദ്ധിക്കുക. 320 കിലോമീറ്റർ വേഗതയിൽ. ഈ വേഗതയിൽ ഈ ഉയരം വരെ ഒരു പക്ഷേ ആ ഫ്ലൈറ്റ് പറന്നെത്തിയിട്ടുണ്ടാവാം. അതിനുശേഷമാവാം സംഭവിച്ചിട്ടുണ്ടാകുക. അതായത് 1:38 ടേക്ക് ഓഫ് ടൈം. ആ 1:38 ടേക്ക് ഓഫ് ടൈമിന് ശേഷം വെറും 5 മിനിറ്റിനുള്ളിൽ പറന്നുയർന്ന ആ ഫ്ലൈറ്റ് ഈ ലൊക്കേഷനിൽ എത്തിയതിന് ശേഷമായിരിക്കാം യന്ത്രത്തകരാർ മൂലം പിന്നീട് ഉയരാൻ കഴിയാതെ ജനവാസ മേഖലയിലേക്ക് തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് ഫ്ലൈറ്റ് റഡാർ നൽകുന്ന ചില വിവരങ്ങളാണ്. ഇത് ഏറെക്കുറെ കൃത്യമായ ഒരു വിവരം തന്നെയാവാം. എന്തായാലും ഇതിൻ്റെ ഔദ്യോഗിക വിശദീകരണം നമുക്ക് കൂടുതൽ വ്യക്തമാവേണ്ടതുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഈ അപകടം സംബന്ധിച്ച കൃത്യമായ ചില സൂചനകൾ ഇത് കൃത്യമായി പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അതായത് ടേക്ക് ഓഫിന് മുമ്പ് കണ്ടെത്താൻ കഴിയാത്ത എന്ത് യന്ത്രത്തകരാറാണ് ഈ വിമാനത്തിനുണ്ടായിരുന്നത്. പലവട്ടം പലകുറി പല രീതിയിൽ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് പ്രത്യേകിച്ച് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പോലും വിമാനങ്ങൾ പുറപ്പെടുക. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ട് കൂടി എന്തുകൊണ്ട് ഇത് കണ്ടെത്താൻ കഴിയാതെ പോയി? മറ്റെന്തെങ്കിലും അട്ടിമറി സൂചനകളുണ്ടോ? യന്ത്രത്തകരാർ തന്നെയാണോ? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സാധാരണ രീതിയിൽ യന്ത്രത്തകരാർ സംഭവിക്കുന്നത് പറന്നുയർന്ന ഉടൻ തന്നെ ഇത്തരമൊരു അപകടം അത് സാധാരണ രീതിയിൽ സംഭവിക്കുകയാണ്. ഫ്ലൈറ്റ് അപകടങ്ങൾക്ക് സാധാരണ നമ്മൾ കാണുന്നതാണ് പറന്നുയർന്ന് അത് ഉയർന്ന തലത്തിലെത്തുമ്പോൾ സംഭവിക്കുന്ന ചില അപകടങ്ങൾ, അത് പിന്നീട് തകർന്നു വീഴുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റൊന്ന്, അത് ലാൻഡിംഗ് സമയത്ത് ഫ്ലൈറ്റ് ലാൻഡിംഗ് സമയത്ത് നടക്കുന്ന ചില അപകടങ്ങളാണ്. ലാൻഡിംഗ് കൃത്യമാവാതെ പോകുമ്പോൾ ലാൻഡിംഗ് ഗിയറിൻ്റെ തകരാറും മറ്റ് അനുബന്ധ തകരാറുകളും വരുമ്പോൾ ഫ്ലൈറ്റ് അപകടങ്ങൾ നമുക്ക് കേരളത്തിലടക്കം അനുഭവമുണ്ട്. പക്ഷേ ടേക്ക് ഓഫിന് തൊട്ട് പിന്നാലെ തന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. അത് സംബന്ധിച്ച സുരക്ഷാ മുന്നറിയിപ്പുകൾ ഇല്ലാതെ പോയതെങ്ങനെയാണ്? അത് നിരവധി ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയർത്തുന്നതുമുണ്ട്. നേരത്തെ രാകേഷ് സൂചിപ്പിച്ചതുപോലെ ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ തന്നെ സ്വാഭാവികമായും ആ വിമാനം അത് ലണ്ടനിലേക്ക് പറന്ന് എത്താനുള്ള ഫുൾ ഇന്ധനം കരുതിയിരിക്കും. അതിനും എക്സസീവായ ഇന്ധനം സ്വാഭാവികമായും ആ വിമാനത്തിലുണ്ടാവും. സാധാരണ രീതിയിൽ പറന്നുയർന്ന ഒരു വിമാനം അപകട സൂചന പങ്കുവയ്ക്കപ്പെടുകയാണെങ്കിൽ അത് സ്വാഭാവികമായും അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേഷനുമായി വിവരങ്ങൾ കൈമാറിയതിന് ശേഷം അത് ഉയർന്ന് പറന്ന് ദീർഘസമയം പറന്ന് ഇന്ധനത്തിൻ്റെ അളവ് കുറച്ച് കൃത്യമായ ലാൻഡിംഗ് ഉറപ്പുകയും ചെയ്തത്. കാരണം നമുക്കറിയാം, പൂർണ്ണമായ ഇന്ധനവുമായി വിമാനം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടത്തിൽപ്പെട്ടാൽ വൻ പൊട്ടിത്തെറിയാണ് കാത്തിരിക്കുക. അതുകൊണ്ട് അത്തരം ഒരു ജാഗ്രത ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് ടേക്ക് ഓഫ് സമയത്തിന് തൊട്ട് പിന്നാലെ തന്നെ അപകടമുണ്ടായി എന്നതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഇന്ധന അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു എന്ന് തന്നെ നമുക്ക് കരുതണം. അതാണ് ഈ തരത്തിൽ തന്നെ വ്യക്തമാകുന്ന കാര്യം. എന്തായാലും അപകട മേഖലയിൽ ജനവാസ മേഖലയിലേക്കാണ് ഈ ഫ്ലൈറ്റ് തകർന്നു വീഴുന്നത്. അത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വലിയ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. നമുക്ക് ആ ഫീൽഡിൽ നിന്നുള്ള CNN ന്യൂസ് 8 റിപ്പോർട്ട് കാണാം. और कई यात्रियों की जान इसमें जा चुकी है और अब राहत और बचाव का कार्य जारी है। आप देखिए कि यहाँ ലേഖകൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്തായാലും അവിടെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ രാകേഷ് സൂചിപ്പിച്ചതുപോലെ കൂറ്റൻ ഫ്ലാറ്റുകൾ, അതായത് ഈ വിമാനത്താവള പരിസരത്ത് തന്നെയാണിത്. അതുകൊണ്ട് കൂറ്റൻ ഫ്ലാറ്റുകൾ അടക്കമുള്ള വലിയൊരു ജനവാസ മേഖലയാണിത്. ചില ഔദ്യോഗിക വിശദീകരണങ്ങൾ कॉर्पोरेशन वगैरह सभी लोग आ गए थे, फायर फाइटर वगैरह स्थल पे हाजिर है। लोगों को बचाने की और रेस्क्यू करने की कार्रवाई जारी है। ऑलमोस्ट 70 से 80% एरिया हमने क्लीन कर लिया, बाकी आने समय में हम लोग क्लियर कर लेंगे। मैं सभी मीडिया के मित्रों से रिक्वेस्ट करता हूं, सभी हमसे सहयोग करें। जितनी पुलिस, उसके अलावा जितनी भी एजेंसी, आर्मी, BSF, CISF, कॉर्पोरेशन, कलेक्टर ऑफिस के सभी स्टाफ सभी यहाँ काम में लगे हुए हैं। प्लीज हमसे सहयोग करिए और थोड़ी सी हमारे लिए जगह बना के रखिए ताकि हम एम्बुलेंस को ग्रीन कॉरिडोर बना के हॉस्पिटल तक पहुंचा सके। थैंक यू। अभी आइडेंटिफाई नहीं हुआ, जब होगा तब बताया जाएगा। भाई सभी साइड में हो जाइए।
അപകട കാരണം സംബന്ധിച്ച ഒരു വ്യക്തതയും ഇപ്പോൾ ആർക്കും പങ്കുവെക്കാൻ കഴിയില്ല. അവിടെ പ്രദേശവാസികളോടും മാധ്യമപ്രവർത്തകരോടും എല്ലാം അവിടെ നിന്ന് മാറി നിന്ന് തന്നെ സംവിധാനം ചെയ്യണമെന്ന അഭ്യർത്ഥന കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒരു അപ്ഡേറ്റ് കൂടി കൂട്ടിച്ചേർക്കാം. 40 മരണമെന്ന വിവരം കൂടി വരുന്നുണ്ട്. അതായത് 40 മരണം ഇപ്പോൾ തന്നെ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ സിവിൽ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ മരണസംഖ്യ ഏറുന്നു എന്ന കാര്യം വ്യക്തമാണ്. കാരണം ആ മരണത്തിൻ്റെ വ്യാപ്തി അത്ര കണ്ട് വലുതാണ് എന്ന കാര്യം കൂടിയാണ്. കൃത്യം 4 മണിക്ക് അമിത്ഷാ അഹമ്മദാബാദിലേക്ക് പുറപ്പെടുകയാണ്. അദ്ദേഹം 5 മണിയോടുകൂടി അഹമ്മദാബാദിൽ എത്തിച്ചേരും. പ്രധാനമന്ത്രി അദ്ദേഹത്തോട് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് തിരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾ പൂർണ്ണമായും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തന്നെ മാറുകയാണ്. ഈ അപകടത്തിൻ്റെ വ്യാപ്തി അത്ര കണ്ട് വലുതാണ്. രാകേഷ് തുടരുന്നു എന്ന് കരുതുന്നു. രാകേഷ്, മരണസംഖ്യ ഏറുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഈ അപകടത്തിൻ്റെ വ്യാപ്തി ആ ദൃശ്യങ്ങൾ നൽകുന്ന സൂചനയും അങ്ങനെ തന്നെയാണ്. നിലവിൽ 40 മരണം എന്ന കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. കൂടുതൽ മറ്റെന്തെങ്കിലും വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? അതെ സജിത്ത്, മരണസംഖ്യ ഉയരുകയാണ്. ഇപ്പോൾ 40 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നവരുടെ 169 പേർ ഇന്ത്യക്കാരാണ് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. 52 പേർ ബ്രിട്ടീഷ് പൗരന്മാരാണ് എന്നുകൂടി ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നു. ഏതായാലും വിജയ് രൂപാണി, മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി, അദ്ദേഹം വിമാനത്തിൽ ഉണ്ടായിരുന്നെന്ന സ്ഥിരീകരണം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്, ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് വിജയ് രൂപാണിയുടെ ഓഫീസ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിഞ്ഞ 6 മാസമായി ലണ്ടനിലാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടേക്ക് പോവുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോർഡിംഗ് പാസ്സൊക്കെ തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ വിമാനത്തിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് വിജയ് രൂപാണി ഇത്തരത്തിൽ ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെ. മാത്രവുമല്ല, മലയാളികൾ കൂടി ഈ വിമാനത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് ആ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. കാരണം ഗോപകുമാരൻ നായർ എന്ന് പറയുന്ന ഒരു പേര് പട്ടിക പരിശോധിക്കുമ്പോൾ കാണാം. സ്വാഭാവികമായും മലയാളിയാണ്. അപ്പോൾ വിമാനത്തിൽ മലയാളികളും ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. കാരണം ഈ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ പട്ടിക അനുസരിച്ച് പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഗോപകുമാരൻ നായർ എന്ന് പറയുന്ന ഒരു പേരുണ്ട്. സ്വാഭാവികമായും ഈ അപകടത്തിൽ മലയാളികൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. കൂടുതൽ ആളുകളെ അവർക്ക് ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പരമാവധി ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഏതാണ്ട് 40 പേരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും രക്ഷാപ്രവർത്തനം സർക്കാർ തന്നെ മേൽനോട്ടം വഹിച്ചുകൊണ്ടൊരു രക്ഷാപ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. അമിത്ഷായും ഇപ്പോൾ അഹമ്മദാബാദിൽ എത്തിച്ചേരുമെന്നാണ് ഔദ്യോഗികമായ പ്രതികരണം അല്ലെങ്കിൽ സ്ഥിരീകരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. വ്യോമയാന മന്ത്രിയും ഇതിനോടകം തന്നെ അഹമ്മദാബാദിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സമീപകാലത്തുണ്ടായ വലിയൊരു വിമാന അപകടത്തിനാണ് ഇപ്പോൾ രാജ്യവും അഹമ്മദാബാദും സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അപ്പോൾ പോലും പരമാവധി പേരെ രക്ഷിക്കാനുള്ള ദൗത്യം ഈ ഘട്ടത്തിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സജിത്ത്, അതാണ് സാഹചര്യം.